കണ്ടോ ഇതൊക്കെ ജസ്റ്റ് ആട്ടോ പോണേ. ഒന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ അതെങ്ങാനും വീണ എർത്തടിച്ച് പടമാകും സാധനം. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നോക്കാം. ചുമ്മാ വെള്ളം കണ്ടോ ഭ്രാന്തായത്. അപ്പൊ നമുക്ക് പോവാം. ഹലോ മച്ചാന്മാരെ, മൂന്നാർ മച്ചാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അവൻ്റെ വീട്ടിൽ പോയി അലമ്പുണ്ടാക്കി അവൻ്റെ തൂമ്പയൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആ അലമ്പാക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു റിവറുണ്ട്. അപ്പോൾ അവിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ വേറൊരു മച്ചാൻ അവിടെ വെച്ച് കാണുകയും മച്ചാനൊരു പുതിയൊരു സ്ഥലം എനിക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ആ പുതിയ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറിക്കോ. അപ്പം മച്ചാന്മാരെ, ഇതാണ് ആ മച്ചാനാണ് പറഞ്ഞത്. ചിന്നവരെ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട ടാസ്കും പിടിച്ച വഴികളൊക്കെയാണെന്നാണ് മച്ചാൻ പറഞ്ഞത്. ഒറ്റയ്ക്ക് ഒരിക്കലും പോകുന്നതാണ്. നമ്മൾ പിന്നെ അറിയാലോ, പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതുവഴി പോകത്തുള്ളൂ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ സാഹസികമായ ആ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. കയറി കടയിൽ പറയില്ലേ, സൈഡിൽ പിടിക്കാം. ആ പോട്ടെ. ഇതുവഴിയാണോ? ആ, ചവിട്ടിക്കോ. താങ്ക് യു താങ്ക്സ് മാൻ. ആ ശരി. പക്ഷേ ഇത് മൊത്തം കയറ്റ വേണ്ടാണ് നമ്മൾ അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചത്. എന്തായാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനമായിരുന്നു. ചേട്ടൻ പൊക്കോ. നമ്മളിപ്പോ ഓടയുടെ ഈ ഗ്യാപ്പിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. വേറെ വഴിയൊന്നുമില്ല. ഇൻട്രസ്റ്റിംഗ്. പെട്രോളിന്റെ വില കൂടിയെന്ന് പറഞ്ഞൊരു പ്രതിഷേധത്തിൽ ഇറങ്ങിയതാണ്. എൻ്റെ അമ്മ, ഇതിപ്പോ വെറൈറ്റി ആയിട്ടൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഓ ഇഷ്ടാട്ടോ. അപ്പൊ നമ്മളെ തോട്ടിക്കിടന്ന് വഴിയുടെ വീതി കുറഞ്ഞു വരും കേട്ടോ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് റെസ്റ്റ് എടുത്തിട്ടോ. ഇത് പൊളി വഴി കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് പോകാനുള്ള വഴി കണ്ടോ, ഇതുണ്ടോ, നമുക്ക് വ്യൂ കണ്ടോ, അടിപൊളി. ഇതുണ്ടോ, അതാണ് നമ്മൾ പോകുന്ന ട്രാക്ക്. ഈ ഓട, ഇതാ ഓടയ്ക്ക് വേണ്ടി കെട്ടിയേക്കുന്ന ആ ഒരു എന്താണ് മതിലെന്ന് വേണം പറയാം. ഓടയ്ക്ക് വെള്ളം ഒഴുകി പോകാനായിട്ട് കെട്ടിയ ട്രാക്ക്. അതിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കും. ഒരു സൈക്കിളായിട്ട് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഇറങ്ങിയ കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിനടുത്തൊക്കെ ഇത്ര അടിപൊളി സ്ഥലങ്ങളൊക്കെ എത്താണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരു രക്ഷ. ഇതിപ്പോൾ നമ്മൾ പോകുന്നുണ്ടോ, കനാല്, വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള കനാൽ വെച്ചിട്ടുണ്ട്. കനാലിൻ്റെ ഈ എഡ്ജിൽ കൂടെ ആയിട്ട് നമ്മൾ പോകുന്നത്. ഈ എഡ്ജിൽ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്. കാരണം ജസ്റ്റിനാണ് നമ്മൾ പോകുന്നത്. നമ്മളൊന്ന് അപ്പുറത്തോട്ട് വീണാതെ താഴോട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. താഴോട്ട് ഇങ്ങനെ ചെറിയ ഒക്കെ പോലെ സെറ്റപ്പെട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ജസ്റ്റിനാണ് നമ്മൾ പോണത്. കാലെങ്ങാനും ജസ്റ്റ് എങ്ങാനും സ്ലിപ്പായി എങ്ങാനും പോയാൽ പിന്നെ നമ്മൾ താഴെ നിൽക്കാൻ മതി. എനിക്കാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോലെ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്. പറ്റിയ പോലെ ആരുമില്ല കേട്ടോ. താഴോട്ടുണ്ടോ ഫെൻസിങ് കേട്ടോ, കറണ്ടിന്റെ ഫെൻസിങ്. ആന പന്നി ശല്യമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്നെങ്ങാനും വീണ
എർത്തടിച്ച് പടമാകുന്ന സാധനം. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നോക്കാം. നമുക്കൊന്ന് ഫ്രഷായിട്ട് പോകാം കേട്ടോ. ചുമ്മാ വെള്ളം കണ്ടോ ഭ്രാന്തായത്. അപ്പൊ നമുക്ക് പോവാം. നമ്മുടെ സൈക്കിൾ അവിടെ ഇപ്പോൾ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല. ഓക്കെ, തുടങ്ങാം. കണ്ടോ, ഇതൊക്കെ ജസ്റ്റ് ആട്ടോ പോണേ. ഒന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ എന്റെ പൊന്നെ, അങ്ങോട്ടാണെങ്കിൽ വ്യൂ നോക്കാനും പറ്റുന്നില്ല. ഒന്ന് കോൺസെൻട്രേഷൻ തെറ്റിയ എന്റെ പൊന്നെ, കോൺസെൻട്രേഷൻ തെറ്റിയാ തീർന്ന്. താഴെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചാട്ടം. സംഭവം കൊള്ളാട്ടോ. അഡ്രീനാലിൻ റഷ് ഉണ്ടാകുന്നുണ്ട്. എന്റെ പൊന്നെ, വേദി പറഞ്ഞു കേട്ടോ. അടി തട്ടി ഇപ്പൊ താഴെപ്പാനെ കണ്ടോ കാശ്. കറണ്ടിന്റെ സെറ്റപ്പ് കേട്ടോ. ഷോക്ക് കൊടുത്തേക്കോ. അങ്ങോട്ടെങ്ങാൻ ചെന്ന് വീണിരുന്നെങ്കിൽ ഞാനും ബിരിയാണി കിട്ടിയാലോ. ആ നിർത്തിയിലായിരുന്നെങ്കിൽ ആ ഫ്ലോയിൽ ഞാൻ വന്നേനെ. നിർത്തിയുണ്ട് ചെറുതായിട്ടൊന്ന് ഒരു പേടി പോലെ. തോന്നിയ എഡ്ജാണ് കേട്ടോ. താഴോട്ടോ തീർന്നു. അതാണ്ടോ കറണ്ട് കമ്പി കേട്ടോ. അതാണ് ചെറിയൊരു പേടി. ഓക്കെ, പോ. എന്റെ പേടി എന്നെ പുറകോട്ട് വലിക്കുന്നു. സിമ്പിള്. ഓക്കെ, ഓ കം ഓൺ. ഇതൊക്കെ ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ കേട്ടോ. ബ്രേക്കിങ് ഇച്ചിരി ടാക്കാണ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഡിസ്ക് ബ്രേക്കിംഗ് അല്ല, നോർമൽ ബ്രേക്കാണ്. എൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ എന്തോ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്താലോ. അടി തട്ടി. അച്ഛന്മാരെ നിങ്ങൾ ഈ വയറെ കാണുന്നുണ്ടോ? ഇതോടെ പന്നി ശല്യമൊക്കെ ആയതുകൊണ്ട് പന്നിശല്യമുണ്ട്, ആനശല്യമുണ്ട്, പിന്നെ കാട്ടുപോത്ത്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് കറണ്ടിൻ്റെ ഇത് വേലി സെറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇപ്പോൾ കറണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പൊട്ടുന്നുണ്ട് ടപ്പേ ടപ്പേന്ന് പറഞ്ഞ്. മാറിയിക്കോ, ഞാനതൊന്ന് നനഞ്ഞു കഴിക്കാം. നമ്മുടെ സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഇതെന്താ വെള്ളം ഒഴുകി പോകാനുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇറങ്ങിപ്പോൾ. ഇതിൽ ആൾക്കാർ നടന്നു കൊടുക്കല്ലോ കേട്ടോ. എന്തായാലും കൊള്ളാം, നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാമല്ലോ. ശരിക്കും അടുത്തിട്ടോ. ഡിസ്ക് ബ്രേക്ക് അല്ല, സാധാരണ ഇങ്ങനത്തെ ബ്രേക്ക് കേട്ടോ. അതുപോലെ തന്നെ ഗിയർ സൈക്കിളല്ല, ഇപ്പോൾ നോർമൽ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഓഫ് റോഡ് കൊണ്ടുപോകുന്നത് ബ്രേക്കിംഗ് ഇച്ചിരി ഷോ കേട്ടോ. നമ്മൾ ഒന്നാമത് ടാസ്ക് റൂട്ടിൽ കൂടെ പോകണം. ഗൈസ് നമുക്ക് പോവാം. മുള്ളുവേലി ഇട്ടേക്കോട്ടോ.
നമ്മുടെ മണ്ണ് ഇടിഞ്ഞു പോയി കേട്ടോ. ഈ സൈഡ് കണ്ടോ, ഇവിടുത്തെ മണ്ണ് ഇടിഞ്ഞു പോയി. ഒരു കുഴിക്കാത്ത ജസ്റ്റ് മിസ്. സൈഡിലാണെങ്കിൽ മുള്ളുവലി. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു കേട്ടോ. ഓക്കെ, അടിപൊളി റോഡ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് ഇവിടെ വീണ്ടും നമ്മളൊരു ട്രാഫിക് ജാമറെ കണ്ടിരിക്കുകയാണ്. ഫുൾ ഫോറസ്റ്റ്, ചുറ്റുകാരില്ല, ഞാനും മോട്ടോർ സൈക്കിളും മാത്രം. എൻ്റെ അമ്മ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടയറ് ടയറിന് കുഴപ്പമില്ല, എയറുണ്ട് അത്യാവശ്യം. ബാക്ക് ടയറും ഒക്കെയാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓഹോ, അടിപൊളി തോന്നിട്ടോ. ഇതിൽ അടിപൊളി വ്യൂ ആണ് താഴോട്ടൊക്കെ. എൻ്റെ പൊന്നെ, നമ്മളെ പാടെ എടുത്തിരിക്കുന്നുണ്ടോ? കണ്ടോ ഗയ്സ്, ഇതുപോലെ കുറെ സ്റ്റെപ്പ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഗയ്സ്, അച്ഛന്മാരത് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? അതെ, ഓ പൊളി. വെള്ളച്ചാട്ടത്തിന് നടുക്കെത്തി കേട്ടോ. മച്ചന്മാരെ, നമ്മളങ്ങനെ അവസാനത്തെ ട്രാഫിക് ജാമറിലും എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കിലോമീറ്റർ എക്സ്ട്രീം ഓഫ് റോഡ് കണ്ടീഷനിലൂടെ ഓടിച്ചു വന്നത് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളും എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ ഫ്രം മൂന്നാർ മച്ചാൻസ്.